ആകാശവാണി നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. കേരളം തിരഞ്ഞെടുപ്പ് ചൂടിൽ പൂർണ്ണമായും അമർന്നു കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി കൂടി അവസാനിച്ചതോടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞു. 140 മണ്ഡലങ്ങളിലായി ആകെ 890 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കുള്ള തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. ഈ തിരഞ്ഞെടുപ്പിൽ കേരളം മാത്രമല്ല, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ജില്ലയാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ. ശക്തന്റെ തട്ടകത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലൂടെ. പൂരത്തിന്റെയും കലകളുടെയും നാടെന്ന ഖ്യാതി കേട്ട പ്രദേശമാണ് തൃശൂർ. കേരളത്തിനെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിച്ച നിരവധി മഹാന്മാർക്ക് ജന്മം നൽകിയ നാട്. കേരള ചരിത്രത്തിന്റെ ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഏട്. കലയിലും സംസ്കാരത്തിലും മാത്രമല്ല, രാഷ്ട്രീയത്തിലും സംസ്ഥാനത്തെ വേറിട്ടു നിർത്താൻ തൃശൂരിന് എക്കാലത്തും കഴിഞ്ഞിട്ടുണ്ട്. ഇടതു വലതു ഭരണം മാറി മാറി നിലനിന്നിരുന്ന കേരളത്തിൽ ആദ്യമായി BJPക്ക് ഒരു പാർലമെന്റ് അംഗത്തെ നൽകിയത് തൃശൂർ ജില്ലയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ടാണ് തൃശൂർ കേരളത്തിന്റെ ചരിത്രം തിരുത്തിയത്. ഇനി മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വിവരം പരിശോധിച്ചാൽ ഇടതുമുന്നണിയാണ് ജില്ലയിൽ കഴിഞ്ഞ 2 തവണയും കൂടുതൽ സീറ്റുകൾ നേടിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ 12ഉം ഇടതുമുന്നണി നേടി. എന്നാൽ ചാലക്കുടി UDFനെ അനുകൂലിച്ചു. 2016 വടക്കാഞ്ചേരി ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി ജയിച്ചിരുന്നു. അതുപോലെ തൃശൂർ നിയോജക മണ്ഡലം രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ്. CPIയുടെ P. ബാലചന്ദ്രൻ 946 വോട്ടുകൾക്കാണ് തൃശൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ജയിച്ചത്. ജില്ലയുടെ പൂർണ്ണമായ തിരഞ്ഞെടുപ്പ് ചിത്രം ആകാശവാണി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപിന്റെ വാക്കുകളിലൂടെ. തൃശൂരിൽ തിരഞ്ഞെടുപ്പ് പൂരം ആവേശത്തിലേക്ക് നീങ്ങുകയാണ്. വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം തയ്യാറെടുപ്പിലാണ്. ഇനി നേർക്കുനേരുള്ള പോരാട്ടമാണ് ജില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരത്തിന് ഇത്തവണയും തൃശൂർ മണ്ഡലവും മറ്റു വിവിധ മണ്ഡലങ്ങളും വേദിയാകുമെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ തന്നെ തീരുമാനമായി കഴിഞ്ഞതാണ്. പ്രചാരണത്തിന് അവശേഷിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് കൂടി വരികയാണ്. വിവിധ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുകൾ തേടുന്നതിനുള്ള 1ാം ഘട്ട ഒരുക്കത്തിലാണ് ഓരോ സ്ഥാനാർത്ഥിയും. അതിനൊപ്പം തന്നെ കൺവെൻഷനുകളുമായി വോട്ടുകൾ നേടിയെടുക്കാനും അണികളെ സജ്ജമാക്കുന്നതിനുമുള്ള ഒരുക്കത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. സംസ്ഥാന ദേശീയ നേതാക്കളെല്ലാം തന്നെ വോട്ടുകൾ തേടി ജില്ലയിൽ എത്തിച്ചേരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഭരണ തുടർച്ചയുടെ 3ാം ഊഴം തേടുന്ന LDF, അധികാരം തിരിച്ചുപിടിക്കാൻ UDF, നിർണായക ശക്തിയായി വളരാൻ ശ്രമിക്കുന്ന NDA എന്നീ 3 മുന്നണികളാണ് ജില്ലയിൽ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. 13ൽ 12 സീറ്റും കയ്യിലുണ്ട് എന്നതാണ് ജില്ലയിൽ LDFന്റെ ആശ്വാസമെങ്കിൽ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മേൽക്കൈ UDFന് ഊർജ്ജം പകരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. LDF, UDF, NDA എന്നീ 3 മുന്നണികൾ തമ്മിലാണ് സംസ്ഥാനത്ത് മത്സരം നടക്കുന്നത്. ജില്ലയിലും ഈ പോര് മുറുകി തന്നെയാണ് നീങ്ങുന്നത്. ഇനി ആര് വാഴും ആര് വീഴും എന്നറിയാനുള്ള തിരക്കിലാണ്. നേതൃത്വത്തോടെ 3ാം തവണയും അധികാരം പിടിക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ് LDFന്റെ മുന്നിലുള്ളത്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടികൾ മുന്നണിക്ക് മറികടക്കേണ്ടതുണ്ട്. വികസന നേട്ടങ്ങളും സാമ്പത്തിക അവഗണനയും ചർച്ചയാക്കി വോട്ടു പിടിക്കാനാണ് CPM ജില്ലയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDFും വലിയ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പ് രംഗത്തുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയവും ഭരണവിരുദ്ധ വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കുണ്ട്. തൃശൂരിൽ BJP ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേരിട്ടുള്ള ഇടപെടലുകളും കേന്ദ്ര പദ്ധതികളുടെ പ്രചാരണവും NDAക്ക് അനുകൂലമാകുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. സമീപകാലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ദേശീയ തലത്തിലെ മാറ്റങ്ങളും മുന്നണിക്ക് വലിയ ഊർജ്ജമാണ് പകർന്നു നൽകിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 13 മണ്ഡലങ്ങളിൽ ചാലക്കുടി ഒഴികെ എല്ലായിടത്തും LDF ആണ് വിജയിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കൂട്ടിയും കിഴിച്ചും വോട്ട് വിഹിതം തിട്ടപ്പെടുത്തിയാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ ഫലം സ്വാധീനിക്കുമോ എന്നതാണ് എല്ലാ മുന്നണികളുടെയും ചിന്ത. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന തൃശൂർ വാശിയേറിയ പോരാട്ടം നടക്കുന്ന നിയമസഭാ മണ്ഡലം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരത്തിൽ CPIയുടെ P. ബാലചന്ദ്രൻ 946 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തിയിരുന്നു. NDAയുടെ സുരേഷ് ഗോപി 40,457 വോട്ടുമായി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
തൃശൂരിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി നേതാവ് സുരേഷ് ഗോപി 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. തൃശൂരിന്റെ മനസ്സ് കൂടുതൽ തവണയും കീഴടക്കിയത് UDF ആയിരുന്നു. എന്നാൽ 2016-ൽ BS സുനിൽകുമാർ എന്ന യുവ നേതാവ് പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തി മണ്ഡലം ഇടത്തേക്കെത്തിച്ചു. 6,987 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സുനിൽകുമാർ അന്ന് വിജയിച്ചിരുന്നത്. അതേസമയം 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ UDFന് 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. പ്രശസ്തരായ AR മേനോൻ, ജോസഫ് മുണ്ടശ്ശേരി എന്നിവരെ സഭയിലെത്തിച്ച ചരിത്രവും തൃശൂരിനുണ്ട്. 1957-ൽ മേനോൻ തോൽപ്പിച്ചത് K കരുണാകരനെയായിരുന്നു. സ്പീക്കറും മന്ത്രിയുമൊക്കെയായ തേറമ്പിൽ രാമകൃഷ്ണൻ 6 തവണയാണ് വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം തൃശൂരിൽ ഇതുവരെ നടത്തിയ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് വോട്ടുകൾ പെട്ടിയിലാക്കാമെന്ന വിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോഴും ചാലക്കുടിയിൽ സനീഷ് കുമാർ ജോസഫ് UDFന്റെ സീറ്റുകൾ നേടിയതൊഴിച്ചാൽ മറ്റെല്ലായിടത്തും LDF ആണ് നേട്ടം കൊയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതുൾപ്പെടെ നൽകിയ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലാണ് BJPയുടെ തേരോട്ടം. ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള അന്തിമ വോട്ടർ പട്ടിക പൂർത്തിയായപ്പോൾ പുതുക്കിയ പട്ടിക പ്രകാരം ആകെ വോട്ടർമാർ 25,32,715 12,28,118 പുരുഷ വോട്ടർമാരും 13,04,580 സ്ത്രീ വോട്ടർമാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 17 പേരുമാണ് ഉള്ളത്. വോട്ടെടുപ്പിൽ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 100% വോട്ടിംഗ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ സ്വീപ് മിഷനും ട്രൈബൽ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി ഗോത്രമേഖലകളിൽ വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മാരാങ്കോട്, ശാസ്താംപൂവം, കാരിക്കടവ് എന്നീ ആദിവാസി ഉന്നതികൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പ്രവർത്തനങ്ങൾ നടന്നത്. ഗോത്രമേഖലകളിലെ മിഷൻ പ്രവർത്തനങ്ങളിൽ തേവര സേക്രഡ് ഹാർട്ട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ സജീവമായി പങ്കുചേർന്നു. വോട്ടിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി ഫ്ലാഷ് മോബ്, സ്കിറ്റുകൾ തുടങ്ങിയ കലാപരിപാടികൾ ഉന്നതികളിൽ അവതരിപ്പിച്ചു. ജില്ലയിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കി. 2026 ഏപ്രിൽ 9 സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജില്ലയിൽ 2839 പോളിംഗ് സ്റ്റേഷനുകളിലായാണ് വോട്ടെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിട്ടുള്ളതാണ്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് C-വിജിൽ എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആവിഷ്കരിച്ചിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിലും സ്വകാര്യ വസ്തുക്കളിൽ അനുമതിയില്ലാതെയും പ്രചാരണ ഉപാധികൾ സ്ഥാപിച്ചാൽ അവ മൊബൈൽ ഫോൺ വഴി ഫോട്ടോ എടുത്ത് C-വിജിൽ ആപ്ലിക്കേഷൻ വഴി വരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ്. ജില്ലയിൽ ആകെ 13 വരണാധികാരികളാണ് 13 അസംബ്ലി മണ്ഡലങ്ങൾക്കായി ഉള്ളത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ECIയുടെ അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒബ്സർവർമാർ ജില്ലയിൽ പര്യടനം നടത്തുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ ഒബ്സർവർമാർ മുമ്പാകെ പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 85 വയസ്സിന് മുകളിൽ പ്രായമായവർക്കും 40%-ലധികം ഭിന്നശേഷിയുള്ളവർക്കും അവരുടെ വീടുകളിൽ വച്ച് തന്നെ വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഹോം വോട്ടിംഗ് ഏർപ്പെടുത്തുന്നുണ്ട്. അതിനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച ഫോറം 12D-യിലുള്ള അപേക്ഷകൾ BLOമാർ വഴി ബന്ധപ്പെട്ടവരുടെ വീടുകളിൽ എത്തിച്ച് പൂരിപ്പിച്ചു വാങ്ങി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോം വോട്ടിംഗ് സൗകര്യം ഉറപ്പുവരുത്തുന്നത്. അതിനുള്ള അപേക്ഷകളുടെ വിതരണവും തിരികെ സ്വീകരിക്കലും ഇതിനകം പൂർത്തിയായി. ഇതുകൂടാതെ എസൻഷ്യൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ വോട്ടിംഗ് സെന്റർ മുഖേന പോസ്റ്റൽ വോട്ട് ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു. ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ മുഖേനയാണ് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക. അവർക്ക് നിയമന ഉത്തരവിനൊപ്പം ഫോറം 12-ലുള്ള അപേക്ഷയും ലഭ്യമാകും. അവർ എപ്പിക് തിരിച്ചറിയൽ കാർഡുമായി പരിശീലന ക്ലാസ്സിലെത്തി അവിടെ വച്ച് പൂരിപ്പിച്ച അപേക്ഷ നിർദ്ദിഷ്ട ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറേണ്ടതാണ്. ജില്ലയിൽ തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ട EVMകളുടെ അസംബ്ലി ലെവൽ റാൻഡമൈസേഷൻ ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. സ്വതന്ത്രവും നീതിയുക്തവുമായി വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് ബഹുമാനപ്പെട്ട കമ്മീഷൻ നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും ഈ ജില്ലയിൽ പൂർത്തിയായി വരുന്നു. എല്ലാവരും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിയമസഭാ പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള 1ാം ഘട്ട പരിശീലനം പുരോഗമിക്കുകയാണ്. 2 ബാച്ചുകളിലായാണ് പരിശീലനം. ആദ്യഘട്ട പരിശീലനം മാർച്ച് 28-ന് അവസാനിക്കും. 2ാം ഘട്ട പരിശീലനം ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റിന് ആപ്ലിക്കേഷൻ നൽകാനുള്ള സൗകര്യം പരിശീലന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപായി ഏപ്രിൽ 7 വൈകിട്ട് 6 മണി മുതൽ
ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിയുന്നതുവരെയും വോട്ടെണ്ണൽ ദിനമായ മെയ് 4-നും ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചു. ലഹരി വിരുദ്ധ ദിനങ്ങൾ പ്രഖ്യാപിച്ച തീയതികളിലും സമയത്തും ജില്ലയിൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന, വിതരണം, സംഭരണം എന്നിവ നിരോധിച്ചു. ഇതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന മദ്യഷാപ്പുകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവ് ബാധകമായിരിക്കും. ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി കണ്ടെത്തുന്നതിനും വിജിലിലൂടെ ലഭിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിനുമായി ജില്ലയിൽ കൂടുതൽ സ്ക്വാഡുകൾ സജ്ജീകരിച്ചു. 117 ഫ്ലൈയിംഗ് സ്ക്വാഡുകളും അത്രയും തന്നെ സ്റ്റാറ്റിക് സർവൈലൻസ് ചെക്ക് പോസ്റ്റുകളും നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഇതോടൊപ്പം 14 ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകളും 13 വീഡിയോ സർവൈലൻസ് ടീമും പ്രവർത്തിച്ചു വരുന്നു. തിരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യമുള്ള ജില്ലയായതിനാൽ തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ പ്രതീക്ഷയാണ് വച്ചുപുലർത്തുന്നത്. സ്റ്റാർ ക്യാമ്പയിനർമാരെ ഇറക്കിയാണ് എല്ലാ പാർട്ടികളും തൃശൂരിൽ പര്യടനം നടത്തുന്നത്. NDAയുടെ പ്രചാരണത്തിന് BJPയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ജില്ലയിലെത്തുന്നുണ്ട്. LDFനായി CPM നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്നെയാണ് രംഗത്തുള്ളത്. ദേശീയ നേതാക്കളായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെയാണ് കോൺഗ്രസ് രംഗത്തിറക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് പങ്കുവയ്ക്കുന്നു. എന്നത്തെയും പോലെ ത്രികോണ മത്സരത്തിന് വേദിയൊരുങ്ങുന്ന തൃശൂർ മണ്ഡലവും ഇത്തവണയും ശ്രദ്ധേയമായി മാറുകയാണ്. തൃശൂരിലെ സിറ്റിംഗ് സീറ്റിൽ LDF സ്ഥാനാർത്ഥിയായി ഇത്തവണ എത്തിയിരിക്കുന്നത് സാഹിത്യകാരനായ ആലംകോട് ലീലാകൃഷ്ണനാണ്. UDF സ്ഥാനാർത്ഥി മുൻ മേയർ കൂടിയായ രാജൻ പല്ലനും NDA സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലുമാണ് മത്സരരംഗത്തുള്ളത്. കേരളം തന്നെ ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലം തന്നെയാണ് ഇത്തവണയും തൃശൂർ നിയമസഭാ മണ്ഡലം. തൃശൂരിന്റെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന മണലൂർ മണ്ഡലം ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന അതിശക്തമായ പോരാട്ടഭൂമിയായി മാറുകയാണ്. 10 വർഷമായി ഇടതുപക്ഷം അടക്കി വാണിരുന്ന ഈ ചെങ്കോട്ട തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും കരുത്തനായ TN പ്രതാപനെ തന്നെ ഇറക്കുമ്പോൾ കോട്ട കാക്കാൻ മുൻ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥിലൂടെ CPM പ്രതിരോധം തീർക്കുകയാണ്. BJPക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ കൂടി എത്തുന്നതോടെ മണലൂരിലെ പോരാട്ടം പ്രവചനാതീതമായി മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ചാലക്കുടി നിയമസഭാ മണ്ഡലവും ഇത്തവണ ഏറെ ശ്രദ്ധേയമാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ച ഏക മണ്ഡലമാണ് ചാലക്കുടി. അതുകൊണ്ടുതന്നെ UDFിലെ ഇത്തവണ സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിനെ തന്നെ ഉറപ്പിച്ചപ്പോൾ കോൺഗ്രസിലെ തന്നെ ബിജു S ചെറിയത്ത രാജിവെച്ച് കേരള കോൺഗ്രസ് M അംഗത്വം സ്വീകരിച്ച LDF സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി 2020യുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ രംഗത്തെത്തി. അങ്ങനെ തൃശൂരിലെ ഓരോ മണ്ഡലങ്ങളും ഇത്തവണ കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് എത്തിപ്പെടുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനായുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണ ജില്ലയിൽ നിന്നും ജനവിധി തേടുന്നത് 77 സ്ഥാനാർത്ഥികളാണ്. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് ഇത്തവണയും തൃശൂരിന്റെ മണ്ണ് വേദിയാവുകയാണ്. കേരളത്തിന്റെ സംസ്കാരവും കലാപാരമ്പര്യവും വിളിച്ചോതുന്ന തൃശൂരിനെ ഇത്തവണ ഒപ്പം നിർത്താനുള്ള കടുത്ത ശ്രമത്തിലാണ് എല്ലാ മുന്നണികളും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റ് നിലനിർത്താൻ LDFും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ NDAയും മത്സരത്തിനിറങ്ങുമ്പോൾ ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ അടിത്തറയിലാണ് UDF കളത്തിലിറങ്ങുന്നത്. തികച്ചും പ്രവചനാതീതമായ തിരഞ്ഞെടുപ്പിൽ ശക്തന്റെ തട്ടകം ആർക്കൊപ്പം നിൽക്കുമെന്ന ആശങ്ക ഒഴിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. നിങ്ങൾ കേട്ടത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ജില്ലകളിലൂടെ. ഏകോപനം ലെമി G നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പാർവതി വിജയൻ, ഭരിത പ്രതാപ്.